ക്യാപ്റ്റൻ ബോയ് ആൻഡ് ഗേൾ, ഫൈനൽ സെക്രട്ടറി ബോയ് ആൻഡ് ഗേൾ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് മത്സരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്കായി റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ അതിനുള്ള ക്യൂവും തിരക്കൊക്കെയാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. സോ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൻ്റെ മെയിൻ ബ്ലോക്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലൈബ്രറി സെക്ഷനിലാണ് നമ്മൾ ഈ ഒരു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ സ്റ്റുഡൻസും ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ അവരുടെ വോട്ടിംഗ് നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഇനി നമ്മൾ നമ്മുടെ വോട്ടിംഗ് സെക്ഷൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം മോഡൽ ഹൈസ്കൂളിലെ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാം. EVM, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഈ ഒരു കൊല്ലം മോഡൽ ഹൈസ്കൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മറ്റ് സ്കൂളുകളിലൊന്നും അധികം കാണാത്തൊരു സംവിധാനമായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒരുപോലെ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ഉള്ള ഒരു കാര്യമാണ്. മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പരമായിട്ടുള്ള വികസനത്തിന് മോഡൽ ഹൈസ്കൂൾ മുന്നോട്ടുള്ള അവരുടെ ചലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് EVM എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഈ വർഷം പാർലമെൻറ്റ് ഇലക്ഷന് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റു സ്കൂളിൽ കാണാത്തൊരു സംവിധാനം EVM എന്ന നിലയിൽ നമ്മുടെ മോഡൽ ഹൈസ്കൂളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി സാധാരണ പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് IT സംബന്ധമായ ധാരാളം സബ്ജക്റ്റുകൾ അവർക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ATL ലാബുണ്ട്. AI സംബന്ധിച്ചിട്ടുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പുതിയൊരു അനുഭവം ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊരു മൊബൈൽ ആപ്പ് ഉണ്ട് എന്നുള്ളതും അത് നമുക്ക് മറ്റ് പേപ്പറുകളോ പോലെയുള്ള കാര്യങ്ങളെല്ലാം അത് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സംവിധാനത്തിൽ കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ EVM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു പുതിയൊരു അനുഭവവും നാളെ മേലാൽ അവർക്ക് 18 വയസ്സ് തികയുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ഒരു EVM വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്യുമ്പോൾ ഇതൊരു ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് ലഭിക്കുക, വിദ്യാർത്ഥികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പരിചയം ഉണ്ടാക്കുക, അതേപോലെ തന്നെ നമുക്ക് പേപ്പർലെസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോവുക. അപ്പോൾ ഇങ്ങനെയും ഇതുപോലെയുള്ള സംവിധാനം ടെക്നോളജികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള മറ്റ് പല ന്യൂനത വിദ്യകളോ മറ്റുള്ള കാര്യങ്ങളോ അവർക്ക് കൂടി പരിചയപ്പെടുത്തുക, കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്ന ലക്ഷ്യം കൊണ്ടൊക്കെയാണ് ഈ EVM നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ. താങ്ക് യു.